കേരളത്തിലെ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആരാധനാലയങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ എത്തുന്ന വിശ്വാസികളെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാൻ നടത്തിയിട്ടുള്ള കൃത്യമായിട്ടൊരു ആസൂത്രണമാണ് നേരത്തെ RSS പ്രചാരകനായിരുന്ന മാധവൻ എഴുതിയിട്ടൊരു പുസ്തകം. അതിന്റെ പേരാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ പ്രതിപാദിക്കുന്നത്. ക്ഷേത്ര ചൈതന്യ രഹസ്യം വളരെ ആലോചിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്തിനാണ് എഴുതിയത്? ക്ഷേത്ര ചൈതന്യം മാനവരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തിന്? വർഗീയവൽക്കരിക്കാൻ. ഇതാണ് സംഘപരിവാർ ശക്തികളുടെ ആലയങ്ങളിലേക്ക് എത്തിക്കാനുള്ള കൃത്യമായ ആസൂത്രണമാണ് ആ പുസ്തകത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ പുസ്തകം പറയുന്നത് ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ തന്ത്രവിധി പ്രകാരമാണ് വേണ്ടത്. തന്ത്രസമുച്ചയം അതിന്റെ ശില്പഭാഗത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചത് എന്താ? പറഞ്ഞു വെച്ചത് ബ്രാഹ്മണന് ഒരു ക്ഷേത്രം ഉണ്ടാക്കണം, അത് പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിന്റെ മണ്ണ് പോലും വ്യത്യസ്തമാണ്. ക്ഷത്രിയനില്ലാത്ത മണ്ണ്, അല്ലെങ്കിൽ ക്ഷത്രിയന് പറഞ്ഞ മണ്ണിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മണ്ണ്, വൈശ്യനിൽ നിന്ന് വൈശ്യന് ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മണ്ണ്, മാത്രമല്ല ശൂദ്രന് വേറെ മണ്ണ്. ഇത് മാത്രമല്ല, ഇപ്പോ ശിവപ്രതിഷ്ഠയാണല്ലോ പറയപ്പെട്ടത്. ശിവലിംഗ പ്രതിഷ്ഠ നടത്തുമ്പോ ബ്രാഹ്മണന് പ്രതിഷ്ഠ നടത്താനുള്ള ലിംഗത്തിന്റെ വലുപ്പമല്ല അനുവദിച്ചിട്ടുള്ളത്. ആർക്ക്? ക്ഷത്രിയന് കീഴാള വർണ്ണങ്ങൾ. ഇങ്ങനെയുള്ള വ്യത്യസ്തകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ ഞങ്ങൾ ഏകീകരിക്കും. അപ്പോ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമാണ്. ഗ്രാൻഡ് ഡിസൈൻ, ആദ്യത്തെ അധ്യായത്തിന്റെ പേര് തന്നെ ഗ്രാൻഡ് ഡിസൈനിന്റെ ആവർത്തനം. കേരളത്തെ കീഴടക്കുക എന്നുള്ള ഒരു പദ്ധതി RSS ആവിഷ്കരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. ഈ കേരളം എങ്ങനെയാണ് ഈ മതനിരപേക്ഷതയുടെ സംരക്ഷണ തീർത്തായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് സംഘപരിവാർ ശക്തികൾക്ക് ഒരു ഗുജറാത്തിനെ പോലെ, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് ജന്മം നൽകിയിട്ടുള്ള പോർബന്ദർ ഗ്രാമം ഉൾക്കൊള്ളുന്ന ആ സംസ്ഥാനം കീഴടക്കാൻ കഴിഞ്ഞു ഒരു മഹാരാഷ്ട്ര ആവാത്തത് എന്തുകൊണ്ട്? ഒരു രാജസ്ഥാൻ ആവാത്തത് എന്തുകൊണ്ട്? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സംഘപരിവാറിന് രാഷ്ട്രീയ ആധിപത്യം കിട്ടിയല്ലോ. എന്തുകൊണ്ട് കേരളം വേറിട്ട് നിൽക്കുന്നു? ആവൽ സൂചനയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ലോക്സഭാ സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആവൽ സൂചനയാണ്. എന്തുകൊണ്ടാണ്? അധികം മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ട് കേരളം കീഴടങ്ങിയില്ല? അവിടെയാണ് നിങ്ങളെപ്പോലെയുള്ള ജീവനക്കാർ അഴിനിരന്നിട്ടുള്ള വർഗ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യം. അപ്പൊ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ശേഷം കേരളത്തിൽ അതിന്റെ തുടർച്ചയായി വന്നിട്ടുള്ളത് വർഗ പ്രസ്ഥാനങ്ങളാണ്. സംഘടിച്ച് ശക്തരാവാൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള ആഹ്വാനം ശിരസാ വഹിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ, കർഷക പ്രസ്ഥാനങ്ങൾ, ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം നോക്കിയാൽ ഇതിനകത്ത് പറയുന്ന ഒരു ഭാഗം, ഈ കോൺഗ്രസിനകത്ത് ലെഫ്റ്റ് സ്വാധീനം നേടിയല്ലോ. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ ലെഫ്റ്റിന്റെ നിയന്ത്രണത്തിലായി. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് പ്രസിഡന്റ്, EMS ജനറൽ സെക്രട്ടറി. അന്ന് കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള ഉള്ളടക്കത്തെ സംബന്ധിച്ച് അന്ന് മാതൃഭൂമി പത്രം എഴുതിയിട്ടുള്ള മുഖപ്രസംഗം അദ്ദേഹം കൂട്ടിയിരുന്നു. എന്താന്ന് പറഞ്ഞാൽ, ഈ വാമഭാഗം അവര് സാമ്യവാദം ഉന്നയിക്കുന്നു. സാമ്യവാദം വെച്ചാൽ സോഷ്യലിസ്റ്റ്, അന്നത്തെ മലയാള ഭാഷയാണ് സോഷ്യലിസത്തിന് സാമ്യവാദം. അപ്പോ ഈ ചിന്താഗതി ഉണ്ടാക്കുന്ന ഇടതുപക്ഷം ചെയ്യുന്ന പ്രായോഗിക പ്രവർത്തനത്തെ കുറിച്ച് ആ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അത് കൃഷിക്കാരെ സംഘടിപ്പിക്കുക, തൊഴിലാളികളെ സംഘടിപ്പിക്കുക, വർഗ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിനകത്തെ ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. പിന്നീട് സ്വതന്ത്രമായിട്ടുള്ള ഒരു വർഗ രാഷ്ട്രീയം രൂപപ്പെട്ടു കേരളത്തിൽ. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ മതനിരപേക്ഷതയുടെ സംരക്ഷണ തുരുത്തായിട്ട് കേരളം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആപൽസൂചനകൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും നിലനിൽക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലെഫ്റ്റ്, ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന്റെ ശക്തി സ്രോതസ് എവിടെയാണ്? നിങ്ങളെപ്പോലെയുള്ള വർഗ പ്രസ്ഥാനങ്ങളിലാണ്. ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള സാമൂഹ്യ ബോധത്തെ
വർഗബോധമാക്കിയിട്ട് ഉയർത്തുന്ന ആ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ഇന്നും ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കും CPIM. ഞാൻ വിശദീകരിക്കുന്നില്ല. കേരളത്തില് RSSന്റെ നുഴഞ്ഞുകയറ്റം നടത്താൻ രക്തം ചിന്തിയ വഴികൾ ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ വധത്തോളം എത്തിച്ച വർഗീയ സംഘർഷങ്ങൾ, കലാപങ്ങൾ, ഇത് മാത്രമല്ല കേരളത്തിൽ രക്തച്ചൊരിച്ചിൽ നടത്തിയിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ 13 എണ്ണത്തിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങൾ പത്രങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത്, പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് ഒരു കണ്ണൂർ രാഷ്ട്രീയം. ഇങ്ങനെയാണ് കണ്ണൂരിലെ നേതാക്കന്മാർക്ക് മനുഷ്യന്റെ രക്തം കാരണം എന്ന നിലക്ക് ഉള്ള ഒരു വക്രീകരണം. യഥാർത്ഥത്തിൽ കണ്ണൂർ മാത്രമല്ല കേരളത്തിലെ 13 ജില്ലകളിലും RSSന്റെ കായിക ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് തിരുവനന്തപുരം. പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ കായികമായിട്ടുള്ള ആക്രമണങ്ങളെയും ആശയപരമായിട്ടുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി വർഗപ്രസ്ഥാനങ്ങളും വർഗരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമൊക്കെ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് മതനിരപേക്ഷ സംരക്ഷിത തുരുത്തായിട്ട് കേരളം നിലനിൽക്കുന്നത്. അതിനെ നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ പോരായ്മകൾ നമ്മൾ പരിശോധിക്കണം. വർഗസംഘടനകൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം ആവശ്യപ്പെട്ടാൽ പോരാ. പിന്നെയോ ഈ കേരളത്തെ കേരളമാക്കി മാറ്റിയിട്ടുള്ള ആ വർഗത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കണം. അതിന് വർഗത്തെ ഭിന്നിപ്പിക്കുന്ന, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വിദ്വേഷ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ള ആശയ സമരം ഏറ്റവും പ്രധാനമാണ്. ആ സമരം ഏറ്റെടുക്കാൻ ഈ പുസ്തകം സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളൊക്കെ ഇന്നിപ്പോ ചില സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉന്നയിക്കാം. നമുക്ക് സമയപരിധിക്കകത്തുനിന്നുകൊണ്ട് മറുപടി പറയാം. പക്ഷേ ഇതിന്റെ തുടർ ചർച്ചകൾ നിങ്ങൾ ഓരോരുത്തർ ഏറ്റെടുക്കണം. അതിന്റെ ഭാഗമായി വായനശാലകൾ, ക്ലബ്ബുകൾ, നാട്ടുമ്പുറങ്ങളിലടക്കം ഇതിന്റെ ചർച്ചകൾ നടത്തിക്കൊണ്ട് കടുത്ത നിലയിലുള്ള ആശയ സമരം, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ള ആശയ സമരം കേരളത്തിലുടനീളം നടത്താൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു പുസ്തക പ്രകാശന ചടങ്ങ് ഇത്ര വിജയകരമായി സംഘടിപ്പിച്ചിട്ടുള്ള ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാക്കന്മാരെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. ആവൽ സൂചനയെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കേരളത്തിലിപ്പോ ഒരു വലതുപക്ഷ സർക്കാരാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. സൂചനകൾ വന്നല്ലോ. നിയമസഭയിൽ 3 BJP അംഗങ്ങൾ. സാധാരണ ഈ BJP അംഗങ്ങൾക്ക് പ്രത്യേക അവകാശമൊന്നുമില്ല. പക്ഷെ പ്രത്യേക അവകാശം കൊടുത്തു. എന്താ പ്രത്യേക അവകാശം? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ പാചകവാതകം, ഇതിന് വില വർദ്ധിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ വാക്കൌട്ട് നടത്തുമ്പോൾ സാധാരണഗതിയിൽ ആരാണോ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് ആ പാർട്ടിയുടെ നേതാവിനാണ് ഈ സഭ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് പ്രസംഗിക്കാനുള്ള അവകാശം കൊടുക്കുക. പക്ഷെ ഇവിടെ പ്രത്യേക അവകാശം കൊടുത്തു. നോട്ടീസ് കൊടുക്കാത്ത അംഗത്തിന്റെ പാർട്ടിക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. സൂചനയാണ്. അപ്പൊ ഇതൊരു ഇടക്കാലഘട്ടമാണ്. ഇതാണ് 1931 ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു വിഷൻ. ഇതാണ് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് 10% വോട്ട് അല്ലെ ബംഗാളിൽ. ഇനി 2031 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങള് കേരളം പിടിക്കും. ഈ അഹങ്കാരത്തോടു കൂടിയുള്ള വാദങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇപ്പൊ തന്നെ ഉയർത്തിയിരിക്കുകയാണ്. ഇതിനെ ചെറുത്തു പരാജയപ്പെടുത്താനുള്ള ആശയ സമരം എല്ലാ സ്ഥലത്തും നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ഇത്രയും നേരം എന്നെ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ, അഭിവാദനങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു.